എല്ലാവർക്കും നമസ്കാരം. 2026 ജൂലൈ 1 മുതൽ 31 വരെയുള്ള ദിവസങ്ങളിൽ 27 നക്ഷത്രക്കാരുടെയും ഫലങ്ങൾ ചുരുക്കത്തിൽ ഒന്ന് നോക്കാം. ആദ്യം അശ്വതി നക്ഷത്രം. ഇവർക്ക് ആത്മവിശ്വാസം കൂടുതലാണ്. പ്രവർത്തന രംഗത്തെല്ലാം മികവാണ് ഇവർക്കുണ്ടാകുന്നത്. സാമ്പത്തിക നില മെച്ചപ്പെട്ടതാണ്. വിദ്യാഭ്യാസ പുരോഗതി എല്ലാം ഉണ്ടാകുന്ന ഒരു മാസമാണ്. ഭരണി നക്ഷത്രം. കഠിനാധ്വാനത്തിൻ്റെ ഫലമായി ജോലി ലഭിക്കുന്നതാണ്. വരുമാനം വർദ്ധിക്കും. സാമ്പത്തിക നില വളരെ നല്ലതാണ്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവ ഉണ്ടാകുന്നതാണ്. കാർത്തിക. തൊഴിൽപരമായി നല്ല അവസ്ഥയാണ്. ധനം നല്ല രീതിയിൽ വർദ്ധിക്കുന്നതാണ്. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടതാണ്. രോഹിണി നക്ഷത്രം. സാമ്പത്തിക വളർച്ച, തൊഴിൽ പുരോഗതി, കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവ ഉണ്ടാകും. വിവാഹ കാര്യത്തിൽ തീരുമാനമാകും. വീട് വയ്ക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് അതിനൊക്കെ ഉള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. അടുത്തത് മകീര നക്ഷത്രം. ജൂലൈ മാസത്തിൽ തൊഴിൽ മേഖലയിൽ നല്ലതാണ്. വിദ്യാഭ്യാസ പുരോഗതി, കുടുംബജീവിതത്തിൽ സമാധാനം, സന്തോഷം എന്നിവ ഉണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ പുരോഗതി, ആരോഗ്യകാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. തിരുവാതിര. പുതിയ മേഖലയിൽ പ്രവേശിക്കും. സാമ്പത്തികമായി ഉയർച്ചയാണ്. കുടുംബത്തിൽ ധനപരമായി വളരെയധികം ഉയർച്ചയാണ് കാണുന്നത്. യാത്രകൾ പോകാനുള്ള എല്ലാ അവസരങ്ങളും ഇവർക്കുണ്ടാകുന്നതാണ്. നല്ല അവസ്ഥയിലാണ്. പുണർത്ത നക്ഷത്രം. ആത്മവിശ്വാസം വർദ്ധിക്കും ഇവർക്ക് ജൂലൈ മാസത്തിൽ. ജോലിയിൽ സ്ഥിരത, സാമ്പത്തിക വളർച്ച, ആരോഗ്യകാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. വരുമാന പുരോഗതി ഉണ്ടാകും. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്നതാണ്. പൂയം നക്ഷത്രം. ജൂലൈ മാസത്തിൽ നല്ല മാറ്റമാണ് ഇവർക്കുണ്ടാകുന്നത്. സാമ്പത്തിക നില മെച്ചപ്പെടും. വിവാഹം കഴിയാത്തവർക്ക് അതിൻ്റെ തീരുമാനമാകും. വിദ്യാഭ്യാസ പുരോഗതി, വാഹനം വാങ്ങുവാനുള്ളവർക്കും അതിനുള്ള അവസരം ഉണ്ടാകുന്നതാണ്. ആയില്യം നക്ഷത്രം. പുതിയ തൊഴിൽ അവസരം ഉണ്ടാകും. വ്യാപാര ലാഭം ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവ ഉണ്ടാകും. പുതിയ ബന്ധങ്ങളൊക്കെ വരുന്ന ഒരു മാസം കൂടിയാണ് ജൂലൈ മാസം. മകം നക്ഷത്രം. വ്യക്തിപരമായി മുന്നേറുന്ന ഒരവസ്ഥയാണ്. പുതിയ തൊഴിലവസരങ്ങൾ വർദ്ധിക്കും. സാമ്പത്തിക പുരോഗതി, തൊഴിൽ, വിദ്യാഭ്യാസം എല്ലാം പുരോഗതിയിലാണ്. മികച്ച നേട്ടമാണ് ഉണ്ടാകുക. വിവാഹ കാര്യങ്ങളിലെല്ലാം തീരുമാനമാകുന്ന ഒരു മാസം കൂടിയാണ് ജൂലൈ മാസം. അടുത്തത് പൂരം നക്ഷത്രം. പ്രവർത്തനശേഷി വർദ്ധിക്കും. സാമ്പത്തിക നേട്ടമാണ് ഉണ്ടാകുക. കുടുംബത്തിൽ സന്തോഷം, സമാധാനം എന്നിവ നിലനിൽക്കും. ഉത്രം നക്ഷത്രം. കഠിനാധ്വാന ഫലം ഉണ്ടാകുന്നതാണ്. പുതിയ തൊഴിൽ ലഭിക്കും. വരുമാനം വർദ്ധിക്കും. സമാധാനം, സന്തോഷം എന്നിവ കുടുംബത്തിലുണ്ടാകും. വിദ്യാഭ്യാസകരമായി പുരോഗതിയാണ്. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. അത്തം നക്ഷത്രം. പുതിയ തൊഴിൽ ലഭിക്കും. കുടുംബത്തിൽ സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. വിദ്യാഭ്യാസ മേഖല നല്ലതാണ്. സാമ്പത്തിക നേട്ടമുണ്ടാകും. യാത്രകളൊക്കെ പോകാനുള്ള അവസരമുണ്ടാകും. ചിത്തിര. വിജയകരമായ ഒരു മാസമാണ് ജൂലൈ മാസം. തൊഴിൽ രംഗം പുരോഗതി ഉണ്ടാവും. സാമ്പത്തികമായി ഉന്നതിയാണ്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവ ഉണ്ടാകുന്നതാണ്. ആരോഗ്യകാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ചോതി. ആഗ്രഹിച്ച പല കാര്യങ്ങളും സഫലമാകുന്ന ഒരു മാസമാണിത്. സാമ്പത്തികമായി ലാഭമാവും ഉണ്ടാകുന്നത്. കുടുംബത്തിൽ സന്തോഷം, സമാധാനം എന്നിവ നിലനിൽക്കുന്നു. വാഹനം വാങ്ങുവാനുള്ള അവസ്ഥയാണ്. എല്ലാ കാര്യത്തിലും പുരോഗതിയാണ് ചോതി നക്ഷത്രത്തിന് ജൂലൈ മാസം. വിശാഖ നക്ഷത്രം. തൊഴിൽ രംഗം, സാമ്പത്തിക രംഗം എല്ലാം പുരോഗതിയിലാണ്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവ ഉണ്ടാകും. യാത്രകൾ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. അനിഴ നക്ഷത്രം. തൊഴിൽ പുരോഗതി ഉണ്ടാകും. സാമ്പത്തിക നില മെച്ചപ്പെട്ടതായിരിക്കും. പുതിയ വരുമാന മാർഗങ്ങൾ ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവ നിലനിൽക്കുന്നതാണ്. തൃക്കേട്ട നക്ഷത്രം. വിജയ സാധ്യതയാണ് ഇവർക്ക് ജൂലൈ മാസം. തൊഴിൽ രംഗം പുരോഗതിയാണ്. കടബാധ്യതകളൊക്കെ തീരുന്ന ഒരു മാസം കൂടിയാണ്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവ ഉണ്ടാകും. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകും. മൂലം നക്ഷത്രം. ജീവിതത്തിൽ തന്നെ വലിയ പുരോഗതിയാണ്. വലിയ നേട്ടമാണ് ഇവർക്ക് വരുന്നത്. വിദ്യാഭ്യാസപരമായി ഉന്നതിയിലെത്തും. വിവാഹത്തിന് നടക്കാത്തവർക്ക് അതിനുള്ള സമയമാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകും. ദാമ്പത്യ ജീവിതം വിജയകരമായിരിക്കും. യാത്രകൾ പോകാനുള്ള അവസരങ്ങളുണ്ടാകും. പൂരാടം. ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കും. പുതിയ തൊഴിൽ നേടുന്നതാണ്. സാമ്പത്തികപരമായി നല്ല അവസ്ഥയാണ്. കുടുംബത്തിൽ സമാധാനം, സന്തോഷം എന്നിവ ഉണ്ടാകും. ആരോഗ്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രാട നക്ഷത്രം. മുന്നേറ്റമുള്ളവരാണ് ഇവർ. നന്നായി മുന്നേറുന്ന ഒരു സ്വഭാവമാണ് ഇവർക്ക് ജൂലൈ മാസത്തിൽ. സാമ്പത്തിക നേട്ടമുണ്ടാകും.
വിദ്യാഭ്യാസപരമായി നല്ല അവസ്ഥയാണ്. കടബാധ്യതകളൊക്കെ തീരും. കുടുംബത്തിൽ സമാധാനം സന്തോഷം ഉണ്ടാകും. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്നതാണ്. തിരുവോണം നക്ഷത്രം പുതിയ ജോലി ലഭിക്കും. സാമ്പത്തിക രംഗം ഉയർന്നിരിക്കും. കുടുംബത്തിൽ പൊതുവെ പുരോഗതിയാണ് ഉണ്ടാകുക. വിദ്യാഭ്യാസപരമായി നല്ല അവസ്ഥയാണ്. യാത്രകൾ പോകാനുള്ള അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. അവിട്ടം നക്ഷത്രം പുതിയ അനുകൂലമായ ഒരു ജീവിതമായിരിക്കും ഉണ്ടാകുക. പുതിയ തൊഴിൽ മേഖലയിൽ പുതിയ തൊഴിലവസരങ്ങൾ വരാനുള്ള സമയമാണ്. സമാധാനം സന്തോഷം എന്നിവ കുടുംബത്തിലുണ്ടാകും. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്നതാണ്. ചതയം നക്ഷത്രം സാമ്പത്തികമായി നല്ല അവസ്ഥയാണ്. പുതിയ വരുമാന മാർഗം ഉണ്ടാകുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം സമാധാനം ഉണ്ടാകും. വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടാകുന്നതാണ്. പൂരുരുട്ടാതി നല്ല സമയമാണ്. തൊഴിൽ രംഗത്ത് പുരോഗതിയാണ്. കടബാധ്യതകളൊക്കെ തീരുന്നതാണ്. കുടുംബത്തിൽ സന്തോഷം സമാധാനം എന്നിവ ഉണ്ടാകും. സ്നേഹമുള്ളൊരു കുടുംബജീവിതമായിരിക്കും ഉണ്ടാവുക. ആരോഗ്യകാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. ഉത്രട്ടാതി ആഗ്രഹിച്ച പല കാര്യങ്ങളും നടത്താൻ കഴിയുന്നതാണ്. വരുമാനത്തിൽ പുരോഗതിയാണ്. കുടുംബത്തിൽ സമാധാനം സന്തോഷം എന്നിവ നിലനിൽക്കും. വിവാഹം വീട് എന്നിവ വിവാഹത്തിനുള്ള തീരുമാനമാകും. വീട് വയ്ക്കാനുള്ള എല്ലാ കാര്യങ്ങളും ശരിയാവും. വാഹനം വാങ്ങാനുള്ള അവസ്ഥയെല്ലാം ശരിയാകുന്നതാണ്. രേവതി നക്ഷത്രം നല്ല സമയമാണ്. ആഗ്രഹിച്ച പല കാര്യങ്ങളും നടക്കും. കുടുംബത്തിൽ ഐക്യമുണ്ടാകുന്നതാണ്. വിദ്യാഭ്യാസ പുരോഗതി യാത്ര പോകാനുള്ള അവസരങ്ങളെല്ലാം ഉണ്ടാകുന്നതാണ്. എല്ലാ കാര്യത്തിലും പുരോഗതിയാണ്. രേവതി നക്ഷത്രക്കാർക്ക് എല്ലാവർക്കും നമസ്കാരം.